എന്തൊക്കെ തള്ളന്മാരുടെ കോലം എന്താത്തൊക്കെ തള്ളന്മാരുടെ കോലത്തിന് എന്താ കുഴപ്പം? തള്ളന്മാരുടെ കോലം പല മേക്കപ്പും ചെയ്യാ, മുടിയൊക്കെ ആക്കിയിട്ടല്ലേ ഡൈ ചെയ്യാ, അങ്ങനൊക്കെ ചെയ്യാ. മുടിയൊക്കെ ഡൈ ചെയ്ത് നല്ല ചെറുപ്പക്കാരാക്കുക വയസ്സായവരെ. നിങ്ങൾക്ക് എന്താവണ? നിങ്ങൾക്ക് കാശുണ്ടാ? ഞാൻ മേക്കപ്പ് ചെയ്യട്ടെ. മേക്കപ്പ് ചെയ്തോ? പക്ഷെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല കേട്ടോ. എനിക്ക് തോന്നണ പോലെ ഞങ്ങൾക്ക് മൈലാഞ്ചി ഇട്ട് തന്നിരുന്നില്ലേ പണ്ട്? ഇടാൻ അറിയില്ലെങ്കിലും ഞാൻ ഇടില്ലേ? അതേപോലെ ആക്കിയട്ടെ. എന്നിട്ട് ഇന്നെ തല്ലിക്കൊല്ലില്ലല്ലോ. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വെളുത്ത നരച്ച മുടീനെ നമുക്ക് കറുപ്പിക്കാം. ഓക്കെ? മുടി ഡൈ ചെയ്യുന്നത് അപ്പൊ വലിയ ഒരു കാര്യം ചെയ്യണം. ആദ്യം ഒരു പേപ്പറിൽ ഒപ്പിട്ട് തന്നെ എനിക്ക്. ഞാൻ ചെയ്തിട്ട് എന്തേലും നിങ്ങൾക്ക് പറ്റിയ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വല്യമാക്ക് മാത്രമായിരിക്കും. വെറുതെ പറഞ്ഞതാ. വേണ്ട, എനക്കൊന്നും പറ്റില്ല. എനിക്കാ ശരിയാ. അല്ല, ഞാൻ പരാതി ബോധിക്കില്ല. അങ്ങനെ ഒരു പരാതി ഇല്ല. പരാതി ബോധിക്കാൻ ഉണ്ടായിട്ട് വേണ്ടേ? വെറുതെ പറയുന്നതാന്ന്. അപ്പൊ നമ്മള് ഡൈ അടിക്കാൻ പോകും. വല്യമ്മ ആദ്യമായിട്ടാണ് ഡൈ അടിക്കണത്, ഞാനും ആദ്യമായിട്ടാണ് ഡൈ അടിച്ച് കൊടുക്കണത്. ഞെട്ടണല്ലോ. ഇപ്പൊ ഞങ്ങള് മുടിയൊക്കെ സെറ്റാക്കി പോവാണ്. എത്രത്തോളം കറുക്കും എനിക്കറിയില്ല. കുറച്ച് കറുത്താൽ മതി, വയസ്സിനനുസരിച്ച്. ശരിയാ, വയസ്സിനനുസരിച്ചാണ് കറുക്കാറ്. ഇത് കാണുമ്പോ മഞ്ഞ കാണുമ്പോഴല്ല ശരിക്കും മഞ്ഞയാണ്. പക്ഷെ തലാകെ മഞ്ഞ നിറവോ? ഇല്ല, തലാകെ മഞ്ഞ നിറവോ? ഓരോരുത്തരും മഞ്ഞളടിച്ചമാരുണ്ടാവില്ല തല. അങ്ങനെ കറുപ്പായിക്കോട്ടെ. ഓക്കെ. എന്റെ നല്ല ഒരു 3-4 കളിച്ചത്. എന്റെ കൂടിയാ അതെങ്ങനെ ഓമന നിരവും ഭാഗ്യനിരകൾ 4 മാത്രം. കണ്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലാവണാവോ? ഇന്നലെ അമ്മനല്ലേന്നൊക്കെ മനസ്സിലാവും. എനിക്കറിയുന്ന പോലെ ഞാനൊന്ന് തോണ്ടി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലാണ് കൂടുതല്. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യം ചെയ്യാലോ. 10 മിനിറ്റ് ആയിട്ട് നമുക്ക് കുളിച്ചിട്ടൊക്കെ വന്ന് നോക്കാം. മഞ്ഞ കളറാണെങ്കിലും എന്താ കറുപ്പാന്ന് തെളിവാണ്. കയ്യുമൊക്കെ കറുപ്പായിട്ട് ഇനി കറുത്തിട്ട് കാണാം. അപ്പൊ ഡൈ ചെയ്തത് എങ്ങനെയാ വെച്ചാ, ഞാൻ ആകെ കുറച്ച് തന്നെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ കുറച്ച് തന്നെ അത് കറുത്തിട്ടുള്ളൂ. കാര്യം ഒന്നാമത്തത് മുമ്പ് ചെയ്തിട്ടില്ല, നമുക്ക് പണി കിട്ടുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ ഈ തണവൊക്കെ ഇറങ്ങി നീര് ജലദോഷമൊക്കെ വരണ്ട. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ജസ്റ്റ് ഒരു മേക്കിംഗ്. ഇപ്പൊ ഞാനൊന്ന് ഒരു ക്രീം പൗഡർ കണ്ണെഴുതുക, ലിപ്സ്റ്റിക് ഇടുക, സ്റ്റൈൽ അത്ര തന്നെയാണ് വലിയമാക്കും ചെയ്യണുള്ളത്. നമ്മൾ ഓവറായിട്ട് അങ്ങനെയൊന്നും ചെയ്യണില്ല. വെറുതെ ഒരു ലുക്ക് വരും നോക്കാം അല്ലേ. ഈ സ്ഥിരമുള്ള വെഞ്ചാമരയിൽ നിന്നും ഒരു ചെറിയൊരു ചേഞ്ച് എത്ര ഉള്ളൂ. ആദ്യം നമുക്ക് ക്രീമി കേട്ടാ കുറച്ച് പൗഡർ ഇട്ട് വെച്ചിട്ടാണ് വീഡിയോ. അതപ്പോ ഉണ്ടായി. മേക്കപ്പ് ഞാനല്ലേ ചെയ്യുന്നത്. അപ്പോഴേക്കും വല്യമ്മ എന്റെ പേരൂട്ടി കൊടുക്കുന്നുണ്ട്. അതെ, ഇതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ നമുക്ക് കളിക്കാൻ ആൾക്കാരെ കിട്ടില്ലേ, ആ ഒരു ഇതനുസരിച്ചിട്ടാണ് വല്യമ്മാനെ എനിക്ക് കിട്ടാറ്. കയ്യ കിട്ടാറ് മൈലാഞ്ചിയുടെ. ഈ മുഖം അങ്ങനെ അധികം കിട്ടാറില്ല. അപ്പൊ ഇതിട്ട കാരണം ഞാൻ കുറച്ചെന്നെ ഇടുന്നുള്ളൂ. അങ്ങനെ വെളുത്തിട്ട് വേറൊന്നും വേണ്ട. ഇപ്പൊ ഇടല് കണ്ടാൽ തന്നെ അറിയാം എനിക്ക് എത്രത്തോളം ഇടാൻ. നമുക്ക് അങ്ങനെ അത് കൂടെ തന്നെ നടക്കാം. കണ്ണെഴുതണം, അതാണ് എന്റെ ലക്ഷ്യം. അതാണ് മേക്കപ്പ്. കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടില്ല. മറ്റേത് വലിയ എങ്ങടേലും പോകുമ്പോ ഫുള്ള് പുട്ടിയായിട്ട് വലിയ നടക്കുക. അപ്പൊ ഞാൻ വേഗം മാറ്റും പൗഡർ ഇട്ട് നിറച്ചിട്ട്. അപ്പൊ മറ്റേ ക്രീമൊക്കെ ആവുമ്പോ കുഴപ്പമില്ല. വളരെ ചെറുതെന്ന് തൊട്ട് കൊടുത്തിട്ടുള്ളൂ. കണ്ണടക്കിട്ടെ ഐലൈനർ കേട്ടോ. ഇങ്ങനെയൊക്കെ അടച്ചിട്ട് ഇവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട്.
കണ്ണടച്ച് സത്യസന്ധമായി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സാധാ ഇരിക്കണതാണ് സാധാരണ പണി ഏറ്റവും ഭംഗി അതാണ്. അത് ഇത് വേറെ ലുക്കായി, വേറെ മുഖായി. പിന്നെ വീഡിയോയില് കാണുമ്പോ വേറെ ആളായി മാത്രം. അപ്പൊ ശരിക്കും സാധാ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത് അതാണ് വല്യമ്മക്ക് ഭംഗി. മേക്കപ്പ് അതാ നല്ലത് അല്ലേ? അതന്നെ മുടി കേട്ടാ എനിക്ക് ആകെ കെട്ടറിയണ ഒരേ ഒരു ഇതിങ്ങനെയാണ്. എന്റെ മുടി കണ്ടില്ലേ, അങ്ങനെ തന്നെ എനിക്ക് കെട്ടറിയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ കെട്ടണം. അടിപൊളിയായിട്ട് എന്തിനാ കൊറേ സ്വത്ത് പോലൊക്കെ. എന്തിനാ കൊറേ സ്വത്ത് മുതലൊക്കെ പേര മേക്കപ്പ് 16 വയസ്സായ ആള് വരെയായി ഇപ്പൊ. ഇഷ്ടായ അടിപൊളി. ആരത്? അപ്പൊ ഫൈനൽ ലുക്ക് ഇതാണ്. അടിപൊളി അടിപൊളി. ഇപ്പൊ 30 വയസ്സായ കുട്ടിയാ ഞാന്. അതെ, അപ്പൊ 30 വയസ്സായ കുട്ടിയെ 70 വയസ്സായ ആള് 30 വയസ്സായ കുട്ടിയാക്കി എന്റെ പേരക്കുട്ടി. അടിപൊളിയായി. അപ്പത്തുള്ള വീഡിയോ അപ്പം അധികം ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാര്യം സ്ഥലത്തേക്ക് പോകാണ്ടായിരുന്നു. അപ്പോൾ ധൃതി പിടിച്ചിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ ചിലപ്പോൾ വിചാരിക്കും എന്തിനാ അതിനെ കോലം കെട്ടിക്കണേ, അങ്ങനെയൊക്കെ വിചാരിക്കും ചില ആൾക്കാർ. പക്ഷേ വല്യമ്മാൻ്റെ ഒരു സന്തോഷമാണ്. കാര്യം ഇപ്പം അത്രയും സന്തോഷമായിട്ട് കുറേ വീഡിയോ നമ്മൾ മിസ്സാണ്ട്. ഡ്രസ്സൊക്കെ മാറുമ്പോൾ വല്യമ്മ ചിരിച്ച് മരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ഹാപ്പി ആൾക്കിപ്പോൾ വേണ്ട കൊടുക്കാൻ പറ്റിയ മികച്ച കാര്യമാണ് തോന്നി. കാര്യം അത്രയും സന്തോഷത്തിലാണ് ഉണ്ടായത്. ആൾക്ക് ഓൾറെഡി ഇങ്ങനെ നടക്കാനൊക്കെ ഇഷ്ടമാണെങ്കിലും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക, ഞങ്ങളുടേതായ ഒരു കുറച്ച് സംസാരം, കുറച്ച് നേരം, അത്ര തന്നെ ഉള്ളൂ. അപ്പം അത്രയും ആൾ ഹാപ്പിയായി. അതാണ് ഏറ്റവും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. അപ്പം അത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ.